സമയത്ത് മലങ്കര മാർത്തോമ മെത്രാപ്പോലീത്ത മുൻപാകെ എഴുതി സമർപ്പിക്കുന്നതായ സത്യവചനം എഴുതി വായിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപ്പോലീത്ത മുൻപാകെ ഹൈദരാബാദ് അസൻഷൻ മാർത്തോമ ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റിമാരും വികാരിയും കൂടി എഴുതി വായിച്ച് സമർപ്പിക്കുന്ന ഉടമ്പടി. മലങ്കര മാർത്തോമ സഭയിലെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ അധികാരത്തിന് വിധേയമായി ഹൈദരാബാദ് അസൻഷൻ മാർത്തോമ ഇടവക അംഗങ്ങളുടെ ആരാധന, വിശുദ്ധ കൂദാശകൾ, വചന ശുശ്രൂഷകൾ മുതലായവ നടത്തുന്നതിനുമായി പ്രസ്തുത ഇടവകയുടെ മുതൽ ഉപയോഗിച്ചും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിച്ചും ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളതാകുന്നു. ഈ പള്ളിയിൽ ഇപ്പോഴുള്ള അംഗങ്ങളും ഭാവിയിൽ നിയമാനുസൃതം ഇവിടെ അംഗങ്ങളാകുന്നവർക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ കൂദാശ 2015 നവംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടത്തുന്നതിന് മെത്രാപ്പോലീത്ത അനുമതി നൽകിയിരിക്കുന്ന പ്രകാരം കൂദാശ നടത്തിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. ഹൈദരാബാദ് അസൻഷൻ മാർത്തോമ ഇടവയ്ക്ക് വേണ്ടി ശ്രീ അനിയൻ തോമസ് മുതൽ ചുമതല ട്രസ്റ്റി, PC മാത്യു കണക്കൻ ട്രസ്റ്റി, റവറൻ സുനിൽ മാത്യു ഇടവക വികാരി. സ്വീകരിച്ചിരിക്കുന്നു. മേലെല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട വികാരിയെ ഈ താക്കോൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ വികാരി പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് 24-ാം സങ്കീർത്തനം വായിക്കും. 24th Psalm. സങ്കീർത്തനം 24, Psalms 24. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. റെസ്പോൺസീവായിട്ട് വായിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യമാണ് നിങ്ങൾ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. ഓരോ വാക്യം വായിക്കും. ആദ്യമായിട്ട് വായിക്കും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
പാപിനയോ അനുദവിക്കവേ വിട്ടു ഞാൻ കൃപയാൽ ജീവിപ്പാനരുൾക ദയവാനേ തവ വാതിൽ വിട്ട് എവിടെ പോയി മുട്ടിയിടുന്നെങ്ങൾ മണ്ണിലെതുവരാൽ വന്നിത ബഹുമ നിരനാമല്ല നിൻ കൃപ നിന്നോട് യാചിക്കാൻ ഞാൻ ഞങ്ങൾക്കാൽ മറ്റാരും നേടും പിതൃപുത്ര വിശുദ്ധാത്മാവെ ഞങ്ങളോട് എതിർക്കും ദുഷ്ടനിൽ നിന്നും തൻ സേനയിൽ നിന്നും ഗോപുരമഭയ സ്ഥാനവും നീയേ ദുഷ്ടവിശിഷ്ട വിഭാഗേ ഞങ്ങളെ തവ കൃപയിൽ ചിറകിലൊളിക്കണമേ പ്രിയലായിസോൻ പ്രിയലായിസോൻ നമ്മുടെ കർത്താവ് കാൽവരിയിൽ നാം ഭയങ്ങളുടെ ഓടി ഒഴിക്കുന്ന അതേ സ്ഥാനമല്ല. പിന്നെ ദൈവസ്നേഹത്തിന്റെ ഊഷ്മത അനുഭവിക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ വന്ന് നിന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്നതായ ഒരു പ്രതീകമന്ത്രി നമ്മുടെ ആരാധനയിൽ നാം ഓർമ്മിപ്പിക്കണം. നാം ഭാവികളിൽ ദോഷിതമായിരുന്നു അവർ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം കുരിശിൽ വെളിപ്പെട്ടു. ദൈവത്തിന്റെ ബോധവും ദൈവത്തിന്റെ സ്നേഹവും അവിടെ വിസ്മരിച്ച് ആ സ്നേഹത്തിന്റെ ഉഷ്ണത അനുഭവിക്കുന്ന വിശ്വാസ സമൂഹം ഈ കുരിശ് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായ ഒരു ഇടമായി അതിനെ കാണുന്നു. ഭയങ്ങളോട് യോജിക്കുന്നതല്ല, പിന്നെയോ സ്നേഹത്തിന്റെ പാരമ്പര്യയെ സ്തോത്രം ചെയ്യുന്നു. ഭദ്രമാകുന്നു കാൽവരിയിൽ ബന്ധപ്പെട്ടത്. Sabia solución saino o merior de quito cadisto algo
ബലഹീനതയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. ദൈവമേ, പിതാവിനും പുത്രനും പരിശുദ്ധരുമായിക്കും സ്തുതി. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രതിവാക്യമായിട്ട് പറയാം. സഭയെ കർത്താവിൽ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രതിഷ്ഠയെ പൂർത്തീകരിക്കുകയും തൻ്റെ ശ്രേഷ്ഠതയെ സ്തുതിപ്പാൻ നിന്റെ മക്കളെ വിശുദ്ധിയിൽ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സഭയെ നിന്റെ ബഹുമാനത്തെ വർദ്ധിപ്പിക്കുകയും തെറ്റായ മാർഗത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കപ്പെട്ടവനായി തൻ്റെ സ്ലീബിയാൽ നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്ത പുത്രനായ ദൈവത്തിന് നീ എഴുന്നേറ്റ് സ്തുതി പാടുക. ദൈവമേ, ഞങ്ങളുടെ മേൽ സഭയെ നീ എഴുന്നേറ്റ് ശോഭിക്കുക. എന്തുകൊണ്ടെന്നാൽ നിന്റെ പ്രകാശം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നിന്റെ കോണുകളെ പ്രകാശിപ്പിച്ച് നിന്റെ ശുശ്രൂഷയ്ക്ക് മേൽപ്പെട്ടക്കാരെ നിയമിച്ചിരിക്കുന്നു. സഭയെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം കൊണ്ട് തന്നെ വേണമേ. പാപത്തിൻ്റെ മലിനത കൂടാതെ നിനക്ക് നിന്റെ പിതാവിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇളവ് കൂടാതെയുള്ള സ്തുതി ഞങ്ങൾ കരയേറ്റുമാറാകട്ടെ. ആമീൻ. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിൽ നിന്ന് നാശവും അനിഷ്ടതയും നിറഞ്ഞിരിക്കുന്ന എല്ലാത്തര വേദവിപരീതങ്ങളെയും ജാതികൾക്കടുത്തതും ദൈവികമല്ലാത്തതുമായ എല്ലാ വിപത്തിനെയും കലഹത്തെയും ഭിന്നതയും നീ തള്ളിക്കളയണമേ. നിരപ്പും സമാധാനവും നിത്യസ്നേഹവും സാരാംശത്തിൽ സമത്വമുള്ള
തൃത്വത്തെക്കുറിച്ചുള്ള അറിവും കൊണ്ട് അതിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല പ്രബലതയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. രാജാക്കന്മാരുടെയും സകല ലോകങ്ങളുടെയും രാജാവും താൻ മാത്രം നാശമില്ലാത്തവനും അദൃശ്യനും സ്വർഗത്തിലും ഭൂമിയിലും സകല പിതൃത്വവും തന്നെ നിന്ന് നാമധേയപ്പെടുന്ന പിതാവായി സർവശക്തനായ ദൈവവും താൻ മുഖാന്തരം തന്നോടുള്ള അടുപ്പം നമുക്ക് സമ്പാദ്യമാക്കി തന്നവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി അറിയപ്പെട്ട് വിശ്വസിക്കപ്പെടുകയും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് പ്രബലീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പള്ളിയുടെ ഈ സമയത്തും നമ്മുടെ ആവിഷ്കാരം മുഴുവനിലും സ്തുതി സ്തോത്രം തനിക്ക് യോഗ്യമായിരിക്കുന്നു. മഹത്തായ ദാനങ്ങളെ നൽകുന്നവനും ദിവ്യ നൽവരങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നവനും വരങ്ങളും നൽവരങ്ങളും ചിന്തി കൊടുത്തുകൊണ്ടിരിക്കുന്നവനുമായ ദൈവമേ, നിത്യ കരുണകളാൽ നിനക്കുള്ള ഭാഗ്യസ്ഥതയിൽ തനിച്ച് സന്തോഷിക്കാതെ മറ്റുള്ളവരുടെ മേലും അതിനെ ചിന്തയ്ക്ക് ഒഴുക്കി കൊടുക്കുവാൻ നിനക്കിഷ്ടം തോന്നി. നിന്റെ ദിവ്യാലോചനയുടെ സന്തോഷത്തിൽ നിന്നോടുകൂടെ അംശികളാകുവാൻ സ്വർഗീയ സേനകളുടെ കൂട്ടത്തെ നീ സൃഷ്ടിച്ചു. മനുഷ്യരെ നീ സൃഷ്ടിച്ചപ്പോൾ നിന്റെ സ്വരൂപത്തിൽ അവനെ നീ ഉണ്ടാക്കി. അറിവും വിവേകവുമുള്ള ആത്മാവോടും വിശേഷ അലങ്കാരങ്ങളോടും കൂടെ പ്രസിദ്ധപ്പെട്ട സേനകളുടെ ചാർച്ചക്കാരായി അവനെ നീ ക്രമപ്പെടുത്തി. നിന്റെ ദയാൽ നന്മയുടെ സന്തോഷം അവൻ്റെ മേലും ഒഴുകുവാൻ അവനെ നീ യോഗ്യനാക്കി. ഭൂമിക്കെടുത്തവരായി ഞങ്ങളെ സ്വർഗത്തിൽ പരിധിയിരിക്കുന്ന ആദിജാതന്മാരെ പോലെ റൂഹായിക്കെടുത്ത് ശുശ്രൂഷയിൽ ക്രമപ്പെടുത്തി. അവർ മുഖാന്തരം സകല ജനവും നിന്റെ ഭവന അവകാശത്തിന് ചേർന്ന് വരുവാൻ സഭാസംബന്ധമായി മറ്റുള്ള വേലക്കാരോടുകൂടെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും നീ നിയമിച്ചു. കർത്താവേ, ബലഹീനരും പാപികളുമായി ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് അയോഗ്യരും മതിയാകാത്തവരുമായിരിക്കെ ഇതിന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അടുത്തവരുമാറാക്കിയതിനാൽ നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെടിപ്പില്ലായ്മയിലും ആ മാർഗങ്ങളിലും വികാരങ്ങളിൽ നീ സൂക്ഷിച്ചു നോക്കരുതേ. ഞങ്ങളെയും ഉന്നതമായുള്ള ശുശ്രൂഷയും നിന്റെ ദിവ്യകൃപയുടെ ആവാസത്തിൽ നിന്ന് മുടക്കരുതേ. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ദിവ്യ പരിശുദ്ധ നാമ നിമിത്തം ഞങ്ങളോട് നിന്റെ ഇടവക മുഴുവനോടും കൃപ തോന്നണമേ. പട്ടണ സംബന്ധമായ ശുശ്രൂഷയുടെ തികവായ പൂർണ്ണതയ്ക്ക് നിന്റെ പരിശുദ്ധ റൂഹായുടെ ധാരാളമായ നൽവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരയണമേ. ഈ ശുശ്രൂഷ മിശിഹായുടെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെയുള്ള ന്യായവിധിക്കും ശിക്ഷാവിധിക്കും ലജ്ജയ്ക്കും ഞങ്ങൾക്കായി തീരരുതേ. ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ വിശുദ്ധിക്കും വെടിപ്പിനും നിർമ്മലതയ്ക്കും ഈ ശുശ്രൂഷയിലേക്കുള്ള ദിവ്യവിളിയാൽ നിന്റെ ഇഷ്ടം പോലെ തികവായി പൂർണ്ണത പ്രാപിച്ചവർക്ക് സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആശാബന്ധത്തിനും പരിശുദ്ധവും ബഹുമാനവുമുള്ള നിർദ്ദിതാമഹത്വത്തിനും പൊതുവിലുള്ളതും സ്ലീഹായിക്കെടുത്തതുമായ സഭയുടെ സ്ഥിരതയ്ക്കും വർധനവിനും പ്രബലതയ്ക്കും മഹിമയ്ക്കുമായി തീരണമേ. ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധിയുള്ള റൂഹായോടും കൂടെ സകല വന്ദനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമായിരിക്കുന്നു. കൃപ നിറഞ്ഞവനുമായ ദൈവമേ, പള്ളി കുദാശയുടെ ഈ ദിവസം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും സൗരഭ്യവാസിനിയായി സ്വീകരിക്കണമേ. ആയത് തിരുസഭയുടെ സമാധാനത്തിനും ഐക്യത്തിനും അതിൻ്റെ സന്താനങ്ങളുടെ നല്ല കാവലിനും പരിപാലനത്തിനും വളർച്ചയ്ക്കും ജാതികളുടെ മനസ്സുതിരിവിനും ആശ്വാസത്തിനും സന്തോഷത്തിനും എല്ലാത്തരം വിപരീതങ്ങളെ നീക്കുന്നതിനും സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കാം. നിശ്ചയിക്കപ്പെട്ട പാഠഭാഗങ്ങൾ വായിക്കുന്നത് അത്രേ. ഒന്നാം പാഠമായി
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 8-ന്റെ 22 മുതൽ 30 വരെ. അനന്തരം ശാലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ മുമ്പാകെ നടക്കുന്ന നിൻ്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എൻ്റെ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. നിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അതിൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ നാമം ഉണ്ടായിരിക്കണമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളയണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന അടിയൻ്റെയും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. Hebrews chapter 8, verses 1 to 13. Now the point in what we are saying is this: we have such a high priest, one who is seated at the right hand of the throne of the majesty in heaven, a minister in holy places, in the true tent that the Lord set up, not man. For every high priest is appointed to offer gifts and sacrifices. Thus, it is necessary for this priest also to have something to offer. Now, if he were on earth, he would not be a priest at all, since they are priests who offer gifts according to the law. They serve a copy and a shadow of heavenly things. For when Moses was about to erect the tent, he was instructed by God, saying, "See that you make everything according to the pattern that was shown you on the mountain. But as it is, Christ has obtained a ministry that is as much more excellent than the old as the covenant he meditates is better, since it is enacted on better promises. For if that first covenant had been faultless, there would have been no occasion to look for a second. For he finds fault with them when he says, 'Behold, the days are coming, declares the Lord, when I will establish a new covenant with the house of Israel and with the house of Judah, not like the covenant that I made with their fathers on the day when I took them by the hand to bring them out of the land of Egypt. For they did not continue in my covenant, and so I showed no concern for them, declares the Lord. For this is the covenant I will make with the house of Israel after those days, declares the Lord. I'll put my laws into their minds and write them on their hearts, and I will be their God, and they shall be my people. And they shall not teach each one his neighbor and each one his brother, saying, Know the Lord, for they shall all know me, from the least of them to the greatest.
for I'll be merciful towards them, and I will remember their sins no more. In speaking of new covenant, he makes first one obsolete, and what is becoming obsolete and growing old is all ready to vanish away. Here ends the lesson. വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ഗലയോൻ ഗദിശോദമോറോനേസ്മിച്ചിഹോ കൊറുസുസോമഹിയോനിസോദമന് മത്തായി ശ്ലീഹോ ദമഹർസായേ വന്നവനും വരുമായിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന്റെ സ്തുതി, തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുമേലും നേക്കമുണ്ടായിരിക്കട്ടെ. കന്യകയായി മറിയാമിൽ നിന്ന് ജഡമെടുത്ത് ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യശോദംബ്രാൻ ഫിലിപ്പോസ് കൈസറുടെ അംശങ്ങളിൽ എഴുന്നള്ളിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർന്ന് പറയുന്നു എന്ന് ചോദിച്ചു. എന്നാലേ അവർ ഉണർത്തിച്ചത്, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ എലിയാവ് എന്നും വേറെ ചിലർ എറമിയോ മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തരോ എന്നും പറയുന്നു. അന്ന് അവൻ അവരോട്, എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് എന്ന് ചോദിച്ചു. അതിന് ശിമയോൻ കിപ്പ ഉത്തരമായിട്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ മിശിഹായാകുന്നു എന്ന് പറഞ്ഞു. യേശു മറുപടിയായി അവനോട് പറഞ്ഞത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാനാകുന്നു. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാനും നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിലെ താക്കോലുകളെയും ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അനന്തരം തൻ മിശിഹായാകുന്നു ആരോടും പറയരുത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ വിശ്വാസം ധ്യാനപൂർവ്വം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവും ജനിച്ചവനും പ്രകാശം എന്നുള്ള പ്രകാശവും സത്യതയും എന്നുള്ള സത്യതയും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് എത്തുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവതപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോട് ഇനി വരുമാനിക്കുന്നവരുമാണ് യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു. നിബിയന്മാരും സ്ലേയന്മാരും മാതൃ സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലിക അപ്പോസ്തലികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. ബാരിക്കുമോ സ്തൗമൻ കാലോ ശുശ്രൂഷയുടെ പങ്കിലും ഓഹരിക്കുമായി ഞങ്ങളെ നിയമിച്ചവനും മനുഷ്യരുടെ ബോധങ്ങൾക്ക് ജ്ഞാനം നൽകുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയുള്ള ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനുമായി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കരുണകളുടെ ബഹുത്വത്താൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല മാലിന്യങ്ങളിൽ ഞങ്ങളെ നിവടിപ്പാക്കണമേ. മേഘം പോലെ ഞങ്ങളുടെ പാപങ്ങളെയും
മഞ്ഞുപോലെ ഞങ്ങളുടെ അന്യായങ്ങളെയും നീ നീക്കിക്കളയണമേ. നിന്റെ ശക്തിയിൽ നിന്നും നിന്റെ ഏകപുത്രന്റെ കൃപയിൽ നിന്നും സകലത്തിലും പരിശുദ്ധരായ നിന്റെ റൂഹായുടെ വ്യാപാരത്തിൽ നിന്നും ഞങ്ങളെ നീ നിറയ്ക്കണമേ. നിന്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായി പാൻ ഞങ്ങളെ കൊള്ളാവുന്നവരാക്കണമേ. നിന്റെ പരിശുദ്ധ നാമത്തിന് യോഗ്യമായിരിക്കുന്നത് പോലെ നിന്റെ തിരുസന്നിധിയിൽ നിന്ന് നിന്നെ സേവിപ്പാനും നിന്റെ ദിവ്യകൃപകളെ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം ഞങ്ങൾ കൃപ കണ്ടെത്തുമാറാകണമേ. കർത്താവേ, നീ ദയാലു, നിന്നെ നോക്കി വിളിക്കുന്നവരും നിന്നിൽ നിന്ന് ആശ്രയിക്കുന്നവരുമായ എല്ലാവരോടും കരുണാസമ്പൂർണരുമാകിയാൽ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും വന്ദനവും ചേർച്ചയുള്ളവയാകുന്നു. 23-ാം സങ്കീർത്തനവും 15-ാം സങ്കീർത്തനവും വാക്യം പ്രതിവാക്യമായി വായിക്കുക. സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്തവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ഞങ്ങളുടെ രക്ഷകർത്താവേ, ഞങ്ങളെ യോഗ്യരാകുന്നുവെങ്കിലും ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. നിന്റെ കൃപയുടെ ശ്രേഷ്ഠമേറിയ ഒഴുക്ക് നീ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. സകലത്തിലും നീ ഞങ്ങൾക്ക് സഹായകനായിരിക്കണമേ. ഞങ്ങളുടെ ദൈവവും പിതാവുമായ നിൻ്റെയും നിൻ്റെ ഏകപുത്രൻ്റെയും സകലത്തിലും പരിശുദ്ധനായ നിൻ്റെ ഏകറൂഹായുടെയും സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധമായതും രക്തം കൂടാത്തതുമായ മാർഗത്തിൻ്റെ സ്വീകരണത്തിന് കൊള്ളാവുന്നവരായിരിക്കത്തക്കവണ്ണം കൃപയുടെ തൈലം കൊണ്ടും ആത്മാവാകുന്ന മൂറോൻ കൊണ്ടും ഈ മധുവായ നീ ശുദ്ധീകരിക്കുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ മുൻപിൽ എന്നതുപോലെ അതിൻ്റെ മുൻപിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജനത്തിന് വേണ്ടിയും നിന്നോട് പ്രാർത്ഥിപ്പാനും സത്യവിശ്വാസത്തോടും കുറ്റം കൂടാത്ത ജീവിതത്തോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട കർത്തൃസംബന്ധമായ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുമിശിഹായുടെ വിലയേറിയതും നീതീകരിക്കുന്നതുമായ രക്തത്തിൽ നിന്നും ആസ്വദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും ഭംഗിയോട് നിന്ന് പ്രതിവാക്യമായി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥം വരുന്ന കുറിയെ എലായിസോൻ എന്ന് പറയണം. ന്യായപ്രമാണത്തിനടുത്തവയും നിഴലായുള്ളവയുമായ ശുശ്രൂഷകളെ ജഡപ്രകാരമുള്ള തൻ്റെ വരവിനാൽ ആത്മീകമായും സത്യമുള്ളവയാക്കി തീർപ്പാനായി ഇഷ്ടപ്പെട്ട പ്രധാന ആചാര്യനും ഞങ്ങളുടെ രക്ഷയുടെ സ്നേഹായുമായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുണ്ടാക്കുന്ന തൻ്റെ സ്ലീബായെ വന്യമായതും ആദ്യത്തേതുമായ മദ്ബഹയായി ശുദ്ധീകരിക്കുകയും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്ന കുഞ്ഞാടായി, പിതാവായ ദൈവത്തിന് തന്നെ തന്നെ യാഗമായി അർപ്പിച്ച മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയാ പ്രവാചകന്റെ മേൽ അഗ്നിയെ അയച്ചവനും ജീവനുണ്ടാക്കുന്നവനും സാരാംശത്തിൽ തന്നോട് തുല്യമായിരിക്കുന്ന പരിശുദ്ധ റൂഹായെ, കൃപയുടെ മദ്ബഹമേൽ അയക്കുന്നവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടും നിർമ്മല മനസ്സോടും കൂടെ ഞങ്ങളുടെ കൂടെ അവസാന ശ്വാസത്തോളം ചാഞ്ഞു പോകാത്തവരും ഇളകാത്തവരുമായി ഞങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സർവ്വലോകത്തിൻ്റെയും നിരപ്പിനും സമാധാനത്തിനു വേണ്ടിയും തിരുസഭയിലും നിന്റെ ജനത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കുന്നതിനും കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് പറയണം. സകലത്തിൻ്റെയും കർത്താവും സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും സർവമനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കും സഹായത്തിനുമായി എപ്പോഴും സകലവും പ്രവർത്തിച്ച് വ്യാപരിക്കുന്നവനും തൻ്റെ സൂക്ഷ്മതയിൽ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയവനും താൻ മാത്രം ആഴങ്ങൾ നിർമ്മിച്ചവനുമായ കർത്താവേ, നീ എല്ലാ സ്ഥലത്തും എല്ലാ പട്ടണങ്ങളിലും നിന്റെ സഭകളെ നീ ഉറപ്പിച്ചു. അവയിൽ മദ്ബഹാകളെ നീ സ്ഥാപിച്ചു. മനുഷ്യരുടെ രക്ഷയ്ക്കായ കുർബാനകളും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ യാഗങ്ങളും നിന്റെ നാമത്തിൽ സമർപ്പിപ്പാൻ നീ കൽപ്പിച്ചു. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ ദൈവത്വത്തോട് ചേർന്ന് വരുന്നവരുടെ വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും പ്രത്യാശയ്ക്കും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പുതുക്കത്തിനും പാപമോചനത്തിനുമായി ഇവയെ നീ പൂർണ്ണമാക്കണമേ. കർത്താവേ, നീ മാത്രം കരുണകളിൽ കുറവില്ലാത്തവനും ദീർഘക്ഷമയുള്ളവനും ഏറ്റവും കൃപാലുവുമാകൊണ്ട് നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും വന്ദനവും ചേർച്ചയുള്ളവയാകുന്നു. ഹോശോ വബുക്കുൽ സുബ്ഹാൻ ല ഉൽമിൻ. ആചാര്യസംബന്ധമായ ഈ മേശയും അതിലെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാരക്കുമോ ഭസ്മദാബോ Dabro Badruho Hayo Kadis Dal Hayet Dal Olam Ol Min പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ മദ്ബഹ അതിലെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാരക്കുമോ Dal Hayet Dal Olam Ol Min. Amin. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ
ഈ പള്ളി ലംഘനങ്ങളാകുന്ന സകല അശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും തിരുനാമത്തിൽ വേർതിരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വചനാഘോഷണത്തിനായും തിരുവചനത്തിൻ്റെ മറപൊരുളിനായിട്ടും ഈ വിശുദ്ധ പീഠം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ബാരക്കുമോ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. തിരുനാമത്തിൽ തന്നെ Amore,
ചെയ്തോരു റൂഹായേ തിരുഹിതമായി ആലയത്തിൽ വന്നു വസിക്കേണമതിമോദാൽ മാളികമേൽ സ്ലീഹന്മാരിൽ വരുവിയറുഹായി പോഴി നാനാഭാഷ വിവേചനയാൽ ജ്ഞാനം വേണ്ടതുപോലെന്നു നിന്നോടെ സഹവാസം വന്നിടണമേ നിവിടത്തിൽ തനയൻ ചിൻചീരസിൽവാട പരിശുദ്ധാത്മാ ആവസിച്ചി ആലയത്തിൽ ശുചിയേ കേണം മരണയിലങ്ങൾ കായ് വിമല സുതനെ അയച്ചതു കൂടാതെ ഏറ്റം ശുദ്ധി വരുത്തിയിടും ഉച്ചവൻ ആയിടും എൻ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ എല്ലാ കാര്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നോട് അധികം നന്ദിയുള്ളവരായിരിക്കുന്നു. എന്തെന്നാൽ നിന്റെ വിശുദ്ധന്മാരുടെ മേലും വിശുദ്ധന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാർ മേലും നീ പകർന്നു കൊടുത്ത കൃപ ഭാവികളായ ഞങ്ങളിൽ നിന്ന് വിരോധിക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്നാലോ ദൈവം കരുണയുള്ളവനായി ഞങ്ങളുടെ അടുക്കലോളം അതിനെ ഇറക്കിത്തന്നു. നിന്റെ ശ്രേഷ്ഠതയോട് ഞങ്ങൾ ചോദിപ്പാനും ഞങ്ങൾ ചോദിക്കുന്നവയെ പ്രാപിപ്പാനും ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും നീ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ. ഇവയ്ക്കെല്ലാറ്റിനുമായി സകലത്തിനും ബഹുമാനമുള്ള നാമം ബഹുമപ്പെടുമാറാകണമേ. അതുകൊണ്ട് അതിൻ്റെ ശുദ്ധീകരണത്തെ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ട ഈ മധുവായുടെ മുൻപിൽ വിശുദ്ധിയോട് നിർമ്മലതയോട് നിൽപ്പാനും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ ആകുമുതൽ അർപ്പിപ്പാനും ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ന്യായവിധിക്കും ശിക്ഷയ്ക്കും ഞങ്ങൾ അർഹരായിത്തീരരുതേ. എന്നാലോ വിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും നിന്റെ സർവ്വജനത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സുവിശേഷത്തിൻ്റെ ഘോഷണത്തിനുമായി ഭവിക്കുമാറാകണമേ. മഹാഭംഗിയുള്ള നിൻ്റെയും നിൻ്റെ ഏകപുത്രൻ്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുനാമം ശുദ്ധീകരിക്കപ്പെട്ടതും മഹത്വീകരിക്കപ്പെട്ടുമാകുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. റുഹായിക്കെടുത്ത ഈ ശുശ്രൂഷയിൽ നമ്മോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതങ്ങളായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.